വേമ്പനാട് കായലിലെ ആദ്യ കായൽ നിലങ്ങളിലൊന്നായ ചിത്തിരക്കായലിൽ കൊയ്ത്ത് തുടങ്ങി. 2 പതിറ്റാണ്ടിന് ശേഷം നടന്ന കൊയ്ത്തുത്സവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തരിശു കിടക്കുന്ന കായൽ നിലങ്ങളിൽ അടുത്ത വർഷം കൃഷി തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കായൽ രാജാവായ മുരിക്കന്റെ മനക്കരുത്തിലും കുട്ടനാടൻ ജനതയുടെ മേയ്ക്കരുത്തിലും വേമ്പനാട്ട് കായലിൽ കുത്തിപ്പൊക്കിയ കായൽ നിലത്ത് 22 വർഷത്തിന് ശേഷം നെൽക്കതിരുകൾ തളിർത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യ കതിർ കൊയ്തെടുത്തു. തരിശു കിടക്കുന്ന റാണി കായലിൽ അടുത്ത വർഷം കൃഷി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. 20 കൊല്ലത്തിലേറെക്കാലം തരിശായി കിടന്ന ഭൂമി ഇന്ന് കൃഷിയോഗ്യമാക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കും. 320 ഹെക്ടറുള്ള ചിത്തിരക്കായലിലെ 100 ഹെക്ടറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തവണ കൃഷി ഇറക്കിയത്. ഇതിൻ്റെ വെള്ളം വറ്റി കാണുകയും ഇതിൽ ഒരു പ്രാവശ്യം കൃഷി ഇറക്കി കാണുകയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ നവംബർ 6-നാണ് ചിത്തിരക്കായലിൽ വിത്ത് വിതച്ചത്. മാമ്പുഴക്കരി സ്വദേശി ജോസ് ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. കൃഷിക്കായി 3.25 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാരിന് ചിലവായത്. റിപ്പോർട്ടർ, ആലപ്പുഴ.